ഹായ് സുഹൃത്തുക്കളെ, കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പാരൻറ് സ്റ്റോക്കിൻ്റെ പറമ്പിലെ പാരൻറ് സ്റ്റോക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ പല കോഴികളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചാരകളുടെ കളി മാത്രമേ ഉള്ളൂ. തേക്കിൻ്റെ അവിടെ കൂമ്പാരം കൊണ്ട് അത് വെട്ടണം. ചാരകളെ കാണിച്ചു തരാം. ഇവൻ ഒരു പൂവനാണ്. ഈ പൂവനെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഒരു 700 രൂപ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിപ്പൂവനാണ്. ഇത് ആഗസ്റ്റ് മാസം വിരിഞ്ഞിട്ടുള്ളതാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഒരു 6 മാസം ആയി. അപ്പോൾ ഇവനെ കൊടുക്കാനുള്ളതാണ്. ഇവൻ ഈ കൂട്ടത്തിലല്ല. പിന്നെ ആ വെള്ള നെയ്ക്കിഡ് നെക്കിനെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മുടെ ചാരപ്പുള്ളിപ്പൂവൻ വലിയ സൈസുള്ളത്. പിന്നെ ചെറുത് അടയിരുന്നിട്ട് കുഞ്ഞുങ്ങളെ ഇപ്പം മാറ്റിയിട്ട് മുകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെയ്ക്കിഡ് നെക്ക് പൂവൻ്റെ കൂടെ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ കൂടെയുള്ളത് ഒരു ലൈറ്റ് ചാര കാപ്പിരി. ചാരക്കാപ്പിരി. പിന്നെ ലൈറ്റ് ചാര നെയ്ക്കിഡ് നെക്ക്, ലൈറ്റ് ചാര കാപ്പിരി, പിന്നെ വൈറ്റ്, പിന്നെ ഇതും ഒരു ലൈറ്റ് ചാര കാപ്പിരിയാണ്. പിന്നെ നമ്മുടെ ഇവിടെ വിരിഞ്ഞിറങ്ങിയതാണ് ആ ഓടുന്ന ആള്. ഇവിടെ കണ്ട ഒരു ഡാർക്ക് ചാര കാപ്പിരി ഉണ്ട്, വെറും ചാരയുണ്ട്, നെയ്ക്കിഡ് നെക്കല്ലാത്ത കാപ്പിരിയുണ്ട്. ഇതാണ് ആ വേറെ ചാര. പിന്നെ ഇത് നമ്മുടെ അവിടെ വിരിഞ്ഞിറങ്ങിയതാ ഇയാൾ. ഒരു 6 മാസമൊക്കെ ആയി, മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല. നല്ല ചെറിയ ടൈപ്പാണ് കണ്ടോ. അപ്പോൾ ഇവിടെ ചാരകളുടെ മേളമാണ്. കൂട്ടത്തിൽ ഇവൻ മാത്രമേ ഉള്ളൂ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി. ഇവനെ കൊടുക്കാനുള്ളതാണ്. നമ്മുടെ പൂവന കണ്ടോ, വേറെ കളറ് കയറാത്ത വൈറ്റും ബ്ലാക്കും ചാരയും മാത്രമുള്ള പൂവനാണ്. പക്ഷെ ഇവന് ബ്രീഡിങ് അത്രയും അങ്ങോട്ട് ഉഷാറാവാത്ത പോലെ തോന്നുന്നത്. കുഴപ്പമില്ല. എന്നാലും ഇതിപ്പോൾ അവൻ്റെ അങ്കവാലി പോയിട്ട് മോൾട്ടിങ് സ്റ്റേജിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചാരകളുടെ ഒരു ലോകം തന്നെ സൃഷ്ടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ. കണ്ടോ, അവൻ്റെ മേത്ത് വേറെ കളറൊന്നും കയറിയിട്ടില്ല. അതാ പൂവനെ കൊടുക്കാനുള്ളതാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു 3500 കിട്ടിയാലും ഇപ്പോൾ കൊടുക്കും ഈ ഒരു മാസത്തിനുള്ളിൽ. പിന്നെ ഇതൊക്കെയാണ്. അതിൻ്റെ പൂവ് മടങ്ങി ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ അത് ഇവരുടെ അടുത്ത ബാച്ചിനെ ഇവിടെ നല്ല പേരൻറ് സ്റ്റോക്ക് ആക്കാം എന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഇവരുടെ കുറച്ച് മുട്ടകളും കാര്യങ്ങളും ഒന്ന് കിട്ടട്ടെ. അപ്പോൾ ഇതാണ് കാര്യം. ഇവള് മുട്ടയിട്ട് അടയിരിപ്പൊക്കെ കഴിഞ്ഞതാണ്, കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളികളുടെ പുള്ളിക്കോഴികളെ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളികളെ മാത്രമായിട്ട് പലരും വർഷങ്ങളോളം വളർത്തിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയുടെ ഒരു 6 തലമുറ അല്ലെങ്കിൽ ഒരു 2-3 കൊല്ലം മുമ്പ് ഇവരുടെ അച്ഛനും അമ്മേനെയും തേടിപ്പോയാൽ പോലും അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളികൾ തന്നെയായിരിക്കും. പക്ഷേ ചാരകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാരയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാരപ്പുള്ളി കൂട്ടത്തിലുള്ളതാണ്. പക്ഷേ അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏതെങ്കിലും ഒരു ചാര പിടക്കി ഏതെങ്കിലും ഒരു ചാര കാപ്പിരി പൂവനോ അല്ലെങ്കിൽ സാധാ കാപ്പിരി പൂവനോ ചാരപ്പടയിൽ ഉണ്ടായതായിരിക്കും. അതിൻ്റെ പഴയ തലമുറകളൊക്കെയും ചിലപ്പോൾ ബ്രൗൺ കളറിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ചാര മാത്രമല്ല ഇറങ്ങുക, ബ്രൗണും ഒക്കെ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ, അതുപോലെ ഈ ചാത്തൻ്റെ അപ്പനും അമ്മയും ചിലപ്പോൾ ചാരകളായിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൗൺ കളറിലാണ്. അതായത് ഇവരുടെ പഴയ തലമുറകളിൽ ഏതൊക്കെ കളറായിരുന്നത് ആ ഒരു കളറ് ആയിരിക്കും വരിക. ചിലപ്പോൾ ബ്രൗൺ കളറോ ലൈനേജ് ടൈപ്പ് അങ്ങനെയൊക്കെ വരും. അതാണ് വിഷയം. ഇതാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 3500 ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി. ഇതിപ്പോൾ 3500 കിട്ടാനും 4 കിട്ടാനൊക്കെ പാട്. പക്ഷേ വൈറ്റ് ടച്ച് കൂടിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാര കാപ്പിരിക്കൊക്കെ
7,500 10,000 വില. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചാരക്കാപ്പിരി ഉണ്ടായതിന് 3,000 വിലയിട്ട് കഴിഞ്ഞാൽ തെറി വിളിക്കാൻ കമൻറ്റിൽ വന്ന് ചീത്ത വിളിക്കാൻ കുറേ പേരുണ്ടാവും. പക്ഷേ ഗ്രൂപ്പുകളിലെ അവസ്ഥ എന്താണെന്ന് വെച്ചെങ്കിൽ കാപ്പിരികൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡ് കൂടിക്കുന്ന സമയമാണ്. അതിൽ തന്നെ വൈറ്റ് ടച്ച് കൂടിയ കാപ്പിരികൾക്ക് 2,000 3,000 5,000 ആ റേഞ്ചിലാണ് ആ കൂടിൻ്റെ ഉള്ളിലൊരു കുൽസിതം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് വില വിവരങ്ങൾ. അപ്പോൾ ഈ ചാരകളെ കംപ്ലീറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങൾ, അതായത് നമുക്കൊരു വെള്ളയമ്മ ചാരയോ ബ്ലാക്കോ അങ്ങോട്ട് വന്നിട്ടുള്ള തൂവലുള്ള ഒരു കാപ്പിരി, പിന്നെ വൈറ്റ്, പിന്നെ ചാരകൾ വേറെ, അതൊക്കെ ഞാൻ പേരൻറ് സ്റ്റോക്കിലേക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഫെബ്രുവരി 18 19 തീയതികളിലായിട്ട് നമുക്കിനിയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങാനുണ്ട്. അപ്പം അത് വേണ്ടവർ എന്താ പറയുക, വിളിച്ചാൽ മതി. ഏത് നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഒന്ന് വിട്ടാൽ മതി. ലിങ്ക് നമ്മുടെ ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ വിൽപ്പന വിവരങ്ങളും മുട്ടട വെച്ചതും വിരിഞ്ഞതും ഒക്കെ ഉണ്ടാവും, അതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാവും. എന്തായാലും ഫെബ്രുവരി 18 19 തീയതികളിലാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങാനുള്ളത്. ഫെബ്രുവരി 26 27 തീയതികളിലായിട്ട് ഡെലിവറി ഉണ്ടാവും. അപ്പോൾ അതിൽ കാപ്പിരി ഉണ്ടാവുമോ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി മാത്രമല്ല ഉണ്ടാവുക, ഇവരുടെയൊക്കെ മുട്ടകളുണ്ട്. അപ്പോൾ അതിൽ ബ്രൗണിൽ കാപ്പിരി വരാനൊക്കെ സാധ്യതയുണ്ട്. ചാരയിൽ കാപ്പിരി ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയാവാന്നൊക്കെ. അപ്പോൾ തൽക്കാലം ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അത് ഇനി മുതലുള്ള വീഡിയോകളിൽ ആ ഒരു കാര്യം എന്തായാലും ഉണ്ടാവും. അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ സാധനം ഇതാണ്. പലരും കേട്ട് കാണും ഇൻഡസ് വിവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി. ആ കമ്പനി ഇതൊരു പ്രമോഷൻ വീഡിയോ ആയിട്ട് കാണരുത്, മൊത്തം കേൾക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടായിപ്പാണെങ്കിലും നല്ലതാണെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവർ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ 4 ഇത്രയും പോന്ന വീതിയിലുള്ള ഇവിടെ 2 ബോക്സ് ഉണ്ടാവും. അങ്ങനെ 4 ബോക്സ് ആണ് ഇതിൽ. ഇത് അൺബോക്സിങ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയുടെ മുമ്പായിട്ട് ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കോഴികളുടെ വീഡിയോ ചെയ്യുന്നതിനൊപ്പം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഐക്കോഫി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാസം മുതൽ 6 മാസം വരെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ നോർമലാവുമെന്ന് പറയുന്നത്. ഞാൻ അന്വേഷിച്ച സമയത്ത് എല്ലാവരും പോസിറ്റീവാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം നല്ല ഷുഗർ ഉണ്ട്. 500ൻ്റെ 2 ടാബ്ലറ്റ് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പം ചെക്ക് ചെയ്ത സമയത്ത് മരുന്ന് നേരെ ചൊവ്വേ കഴിക്കാത്തതുകൊണ്ട്, ഫുഡ് കഴിക്കാത്തതുകൊണ്ടും ഷുഗർ ലെവൽ നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത തവണ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ഷുഗർ ലെവൽ ഞാൻ ആ ലാബ് റിപ്പോർട്ട് ഇടും. ഇത് അൺബോക്സിങ് ചെയ്യുന്നത് കാണിക്കും, എങ്ങനെയാണ് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ലാബിൽ ടെസ്റ്റ് ചെയ്യും, റിപ്പോർട്ട് കാണിക്കും. ഇത് കഴിക്കേണ്ട കാര്യങ്ങളും കാണിക്കും കേട്ടോ. കാരണം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും, സ്വന്തം അമ്മയ്ക്കോ വൈഫിനോ ആർക്കെങ്കിലുമൊക്കെ ഷുഗർ ഇതുണ്ടെങ്കിൽ വിലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും മേടിക്കില്ല, ഓടിപ്പോവും. പക്ഷേ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ വഴിയെ പറഞ്ഞു തരാം. അപ്പം ഞാനിത് അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളും വഴിയെ അറിഞ്ഞോ എന്ന് കരുതിയിട്ടാണ്. കാരണം ഇതൊരു 4 മാസത്തെ ഇനിയുള്ള വീഡിയോയിൽ കംപ്ലീറ്റ് ഇതിൻ്റെ റിപ്പോർട്ടുകളും മാറ്റങ്ങളും വരും. കാരണം ഉടായിപ്പാണെങ്കിൽ കയ്യോടെ പൊക്കാം, അതല്ല ഗുണമുള്ളതാണെങ്കിൽ മേടിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം, അതാണ്. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനിയൊക്കെയും വീഡിയോയുടെ മുമ്പിലൊക്കെയും ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ റിപ്പോർട്ടുകളും ലാബ് റിപ്പോർട്ടുകളും കാര്യങ്ങൾ ആഡ് ചെയ്യും കേട്ടോ. അതൊന്നും വിചാരിക്കരുത്, കാരണം ഉടായിപ്പാണെങ്കിൽ കയ്യോടെ പൊക്കാനാണ്.